ശ്രീ ടി പി സെൻകുമാർ, ഇവിടെ PFIയെ ന്യായീകരിക്കുന്നില്ല എന്ന് ഒരു ഭാഗത്ത് പറയുന്നു. അവിടെ തീവ്രവാദം വളർത്തുന്നത് ആരാണ് എന്നുള്ള ചോദ്യത്തിന് ഉത്തരമില്ലാതെ നിൽക്കുന്നു. എന്താണ് സാഹചര്യം? അല്ല, അത് ന്യായീകരിക്കുന്നതിൻ്റെ ഭാഗമാണല്ലോ RSS ആണ് അത് ചെയ്യിച്ചത് എന്ന് പറയുന്നത്. അത് വളരെ കൃത്യമാണ്, അത് ന്യായീകരിക്കുകയാണ്. ഇപ്പം ഇവിടെ മാത്രമല്ല ഈ ന്യായീകരണം. ഇപ്പം നമ്മൾ ലോകസഭ MP എടുത്തു നോക്കുക. സമാജ്വാദി പാർട്ടിയുടെ MP മുബീബുള്ള നഡ്വി അയാൾ പറഞ്ഞത് കാൾ ഫോർ ജിഹാദ് ടു ഇന്ത്യൻ മുസ്ലിംസ് പാർലമെൻറ്റിൽ വെച്ച് പറയുന്നതാണ്. അപ്പോൾ അത് ആര് പറയുന്നതാണ്? എന്തുകൊണ്ടാണ് ഇന്ത്യയിലെ മുസ്ലിംസിന്, ഇപ്പോൾ അദ്ദേഹം മിസ്റ്റർ ജലീൽ പറഞ്ഞത് ഇന്ത്യയാണ് മുസ്ലിംസിന് ജീവിക്കാൻ ഏറ്റവും നല്ല രാജ്യമെന്ന് ഞാനും അത് സമ്മതിക്കുന്നു. മറ്റൊരു രാജ്യത്ത് ഇതുപോലുള്ള സ്വാതന്ത്ര്യം കിട്ടില്ല. ബാക്കി ഗൾഫ് രാജ്യങ്ങളിലടക്കം മദ്രസകളുടെ സിലബസും പഠന രീതിയും എല്ലാം അവർ കൺട്രോൾ ചെയ്യും, സ്റ്റേറ്റ് കൺട്രോൾ ചെയ്യും. ഇവിടെ മാത്രമാണ് എല്ലാം ഫ്രീ ആയിട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് ഞാൻ സമ്മതിക്കുന്നു. ഇന്ത്യയിലാണ് ആ സ്വാതന്ത്ര്യം ഏറ്റവും കൂടുതൽ. സ്വാതന്ത്ര്യമാണോ ദുസ്വാതന്ത്ര്യമാണോ എന്നുള്ളതാണ് അതിൻ്റെ പ്രശ്നം. ഇത് പറഞ്ഞത് മറ്റൊരാൾ പറഞ്ഞത് എന്താണ്? മൗലാന മഹ്മൂദ് മദനി പറഞ്ഞത് ജിഹാദ് ഷുഡ് ബി ടോട്ട് ഇൻ ഇന്ത്യൻ സ്കൂൾസ്, ജിഹാദ് ഇന്ത്യൻ സ്കൂളുകളിൽ പഠിപ്പിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അത് പറയുന്നത് ഇന്ത്യ ഈസ് ദാരുൽ ഹാർബ്, അത് അബോർഡ് ഓഫ് വാറാണ്. അപ്പോൾ ഇസ്ലാമിക് ഐഡിയോളജി അനുസരിച്ച് ഇന്ത്യ ദാരുൽ ഹർബാണ്. അപ്പോൾ അതിനെ മാറ്റിയിട്ട് ദാരുൽ ഇസ്ലാം ആക്കണം. അപ്പോൾ ഇതാണ് അവർ പറയുന്നത്. അതിൽ ഇപ്പം മുർഷിദാബാദിൽ എന്താ സംഭവിച്ചത്? മുർഷിദാബാദിൽ ഹുമയൂൺ കപൂർ എന്ന് പറയുന്ന ഒരു TMC MLA, നമ്മളിപ്പോൾ 72% മുർഷിദാബാദിൽ മുസ്ലിംസാണ്. അതുകൊണ്ട് നമ്മൾക്ക് ഇപ്പോൾ 100 പേര് അവർ ശ്രമിക്കുകയാണെങ്കിൽ 500 കാഫിർസിനെ ഇല്ലാതാക്കാൻ പറ്റും. അതുപോലെ ചെയ്താൽ മതി എന്ന് പറഞ്ഞാണ് അദ്ദേഹം ഒരു ബാബറി മസ്ജിദിൻ്റെ കാര്യം പറഞ്ഞ് TMCന്ന് പുറത്താക്കപ്പെട്ടു, പുതിയ പാർട്ടി ഉണ്ടാക്കി. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നേരത്തെ പറഞ്ഞ പോലെ ആര് സപ്പോർട്ട് ചെയ്യുന്നു. ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ കൊച്ചി കപ്പൽശാലയിൽ നിന്ന് ഒരു സ്പൈനെ, ഒരു ചാരനെ അറസ്റ്റ് ചെയ്തു എന്ന്. അതേപോലുള്ള ചാരന്മാരാണ് കോൺഗ്രസിലും CPMലും അതുപോലെ ഉള്ള പല പാർട്ടികളിലും ഉള്ളത് എന്നുള്ളതാണ് ഇന്ത്യയുടെ ശാപം. അവരെല്ലാം ഇതുപോലെ ചാരന്മാരായിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ യാതൊരു അത്ഭുതവും ഇല്ല. ഇപ്പോൾ കോൺഗ്രസ് ആയാലും CPM ആയാലും DMK ആയാലും SP ആയാലും ഈ പാർട്ടികളെല്ലാം ഇന്ത്യയെ ഇല്ലാതാക്കാൻ നടക്കുന്ന ചാരന്മാരുടെ ഒരു വലിയ ശൃംഖലയാണ്. അതിന് അപ്പോൾ അത്രയധികം ആൾക്കാരുള്ള സമയത്ത് അതിൽ കുറേ പേര് കൊച്ചിൻ ഷിപ്പ്യാർഡിലും അതുപോലെ ISROയിലും അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ കയറി പറ്റാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവരെ പിടികൂടുക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം. അപ്പോൾ ഇതുകൊണ്ട് ഒരു MPക്ക്, ഒരു ബഹുമാനപ്പെട്ട MP, അത് സമാജ്വാദി പാർട്ടിയുടെ MPക്ക് പാർലമെൻറ്റിൻ്റെ ഉള്ളിൽ വന്നിട്ട് ജിഹാദിനെ സ്വാഗതം ചെയ്യുമ്പോൾ ഈ കാര്യങ്ങൾക്കൊന്നും സപ്പോർട്ട് കിട്ടുന്നില്ല എന്ന് പറയുന്നതിൽ എന്താ അർത്ഥം? അപ്പോൾ അത് വളരെ തെറ്റായിട്ടുള്ളൊരു ധാരണയാണ്. സപ്പോർട്ട് കിട്ടുന്നുണ്ട്, അതുകൊണ്ടാണ് ഇവർക്ക് ഇവിടെ പ്രവർത്തിക്കാൻ പറ്റുന്നത് എന്നുള്ളത് ഈ തവണ പാർലമെൻറ്റിലും അതുപോലെ വെസ്റ്റ് ബംഗാളിലും ഒക്കെ കൃത്യമായിട്ട് തെളിഞ്ഞ കാര്യങ്ങളാണ്. അതുപോലെ ഇപ്പോൾ കർണാടകത്തിലും തെളിയുന്നത്. അപ്പോൾ കർണാടകത്തിലൊക്കെ കന്നഡയ്ക്ക് 32 കോടി രൂപ കൊടുക്കുമ്പോൾ ഉറുദുവിന് 100 കോടി രൂപ കൊടുക്കുക. അവിടേക്ക് അതുപോലുള്ള മറ്റ് നിരവധി സഹായങ്ങൾ കൊടുക്കുക. അതെന്താണ് കാണിക്കുന്നത്? ഈ പ്രത്യേക വിഭാഗത്തെ ഞങ്ങൾ പ്ലീസ് ചെയ്ത് നിർത്താം. അപ്പോൾ അങ്ങനെ പ്ലീസ് ചെയ്ത് നിർത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ എൻമാസ് വോട്ട് കിട്ടും. അതല്ലെങ്കിൽ ആരെങ്കിലും ഈ വിധത്തിൽ ചെയ്യുമോ? അപ്പം അതുകൊണ്ട് ഈ പ്രീണനം എല്ലായിടത്തും ഉണ്ട്. ആ പ്രീണനം ഇല്ലാതായാൽ തീർച്ചയായിട്ടും എല്ലാം ശരിയാകും. ശ്രീ ജലീൽ പറഞ്ഞത് വളരെ ശരിയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന സ്ഥലമാണ്, ഏറ്റവും നല്ല സ്ഥലമാണ്. അത് അങ്ങനെ തന്നെ നിർത്തണമെന്നാണ് ഞങ്ങളെല്ലാം ആഗ്രഹിക്കുന്നത്. പക്ഷെ അത് അങ്ങനെ നിർത്തണമെങ്കിൽ ഇതൊരു ഇസ്ലാമിക് സ്റ്റേറ്റ് ആക്കാൻ നടക്കുന്ന ശ്രമങ്ങൾ അത് ഇല്ലാതാകണം എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് ഇത്രയും സ്വാതന്ത്ര്യം ഇന്ത്യയിൽ നിൽക്കുന്നത്? ഇപ്പോൾ മെജോറിറ്റിയായ ഹിന്ദുക്കൾക്കുള്ളതിലധികം അധികാരങ്ങൾ മൈനോറിറ്റികൾക്ക് നൽകുന്ന ആർട്ടിക്കിൾ 29 ഉം 30 ഒക്കെ ഇന്ത്യൻ ഭരണഘടനയിലുണ്ട്, വേറെ ഒരു രാജ്യത്തുമില്ല. പക്ഷേ
അത് അങ്ങനെ നിൽക്കണമെങ്കിൽ അത് ഇപ്പം കാശ്മീരിൽ എന്താ സംഭവിച്ചുകൊണ്ടിരുന്നത്? ഇപ്പം 8 സംസ്ഥാനങ്ങളിൽ ഹിന്ദുക്കൾ മൈനോറിറ്റിയാണ്. അവർക്ക് എന്തെങ്കിലും മൈനോറിറ്റി റൈറ്റ് കിട്ടുന്നുണ്ടോ? അപ്പം മനസ്സിലാക്കേണ്ടത് അത് താങ്കൾ പറയുന്നത് പോലെ ഏറ്റവും നല്ല ഒരു രാജ്യമായിട്ട് നിലനിൽക്കുന്നത് ഒരു ഹിന്ദു മെജോറിറ്റി രാജ്യമായതുകൊണ്ട് മാത്രമാണ്. അതല്ലെങ്കിൽ അങ്ങനെ ആകില്ലായിരുന്നു. അതെ, അത് അത് തന്നെയാണ് ഇല്ലാതാക്കി സൂചനകൾ അത് കാണിക്കുന്നത്. ദാറുൽ ഇസ്ലാം ആക്കാനുള്ള ശ്രമം വളരെ കൃത്യമായിട്ട് നടക്കുന്നു.